ചെകുത്താനും കടലിനും ഇടയിൽ അകപ്പെട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ശശി തരൂരിനെ അവർക്ക് തള്ളാനും വയ്യ, കൊള്ളാനും വയ്യ. സത്യത്തിൽ ഒരു ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തുടരുന്നത്. എന്തായിരിക്കും സാർ ശശി തരൂരിൻ്റെ കാര്യത്തിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? നിലപാടൊന്നുമല്ല, ഗുലാം നബി ആസാദിൻ്റെയൊക്കെ കാര്യത്തിൽ സ്വീകരിച്ച പോലൊരു നിലപാട് തന്നെ ആയിരിക്കും സ്വീകരിക്കുക. പതുക്കെ പതുക്കെ അദ്ദേഹത്തെ പുറത്താക്കുക, സ്വയം പുറത്തു പോകാനുള്ള ഒരു വഴി. അതെ, അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കേരളത്തിലെ കാര്യം പറഞ്ഞതുകൊണ്ടല്ല, പറഞ്ഞത് സത്യമാണ്. 27% വോട്ടേ കോൺഗ്രസ്സിന് കിട്ടൂ, 8% കൂടി വർദ്ധിപ്പിക്കണം, അത് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് തനിക്കുണ്ട്, പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു. അതിന് പറ്റിയ വേറൊരൊറ്റ നേതാവും ഇല്ല. വി.ഡി. സതീശൻ വിചാരിച്ചാൽ അത് കഴിയില്ല, അതുപോലെ രമേശ് ചെന്നിത്തല വിചാരിച്ചാലും കഴിയില്ല. രണ്ടുപേരുമാണല്ലോ ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത്. അത് നടക്കില്ല. താൻ വിചാരിച്ചാൽ അത് നടക്കും. ആ സഹായം കോൺഗ്രസ്സിന് വേണം. ഞാൻ നിൽക്കണോ പോകണോ എന്നുള്ളതാണ് ചോദിച്ചത്. ആ സഹായം വേണമെങ്കിൽ ഞാൻ നിൽക്കാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോയിക്കോളാം. ഇത് പറഞ്ഞത് വേറെ വഴിയുണ്ട്. പോഡ്കാസ്റ്റിനുള്ളതാണ്. ഇത് നമ്മളിപ്പോഴാണ് കേൾക്കുന്നതെങ്കിലും ഇത് പറഞ്ഞിരിക്കുന്നതിന് ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായിട്ട് അദ്ദേഹം അഭിമുഖം നടത്തുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനുശേഷമാണിത് അവർ മാർക്കറ്റ് ചെയ്ത് അത് പുറത്തു കൊണ്ടുവന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പ് അവരുടെ പോഡ്കാസ്റ്റാണ്, പത്രത്തിൽ വരാൻ വേണ്ടിയല്ല, പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാം പോഡ്കാസ്റ്റിലാണല്ലോ, കാര്യങ്ങളെല്ലാം ആ രീതിയിലാണല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റിയ ഒരു സംഭവം. പോഡ്കാസ്റ്റ് നല്ലധികം മാർക്കറ്റിംഗ് ഉണ്ട് ആ ഒരു വിദ്യയ്ക്ക്, ആ പ്ലാറ്റ്ഫോമിന്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. അത് കുഴപ്പമില്ല. അത് രാഹുൽ ഗാന്ധിക്കോ കെ.സി. വേണുഗോപാലിനോ രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിനോ പ്രശ്നമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ, കേന്ദ്ര നേതൃത്വം, അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കോൺഗ്രസ്സിന് പറ്റിയതല്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സിന് ഗുണമല്ല. ഇത് തീർച്ചയായിട്ടും അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇനിയും പാർട്ടിയുടെ കാര്യങ്ങൾ ഏറ്റെടുത്തങ്ങ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനെയും പറ്റിയൊന്നും വലിയ മതിപ്പൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. കെ.സി. വേണുഗോപാൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആൾ. അവരെ രണ്ടിനെയും മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. ശശി തരൂർ കെ.സി. വേണുഗോപാലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അതിന് മുമ്പ്. പോഡ്കാസ്റ്റിൻ്റെ കാര്യം റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ്. പക്ഷേ പോഡ്കാസ്റ്റ് വന്നിരിക്കുന്നത് രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള വിമർശനമാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഇപ്പം കെ. സുധാകരനായാലും വി.ഡി. സതീശനായാലും അത് രമേശ് ചെന്നിത്തലയായാലും വിമർശിക്കുന്നത്, കുറേ പത്രപ്രവർത്തകരായാലും ശരി, കോൺഗ്രസ് പ്രവർത്തകർ എല്ലാവരും വിമർശിക്കുന്നുണ്ട്. എല്ലാവരും വിമർശിക്കുന്നത് ഇദ്ദേഹം ഈ രണ്ട് നേതാക്കൾക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും വി.ഡി. സതീശനെതിരെയും, അവരൊക്കെ ജനകീയ നേതാക്കളല്ലേ, ജനകീയ സമരങ്ങൾ നയിക്കുന്നില്ലേ, പാർട്ടിക്ക് വേണ്ടി ഇത്രയും നാൾ നിന്നതല്ലേ, അവരെ എത്ര കൊടി പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞാണ്. ജനകീയ പ്രക്ഷോഭങ്ങളെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശശി തരൂർ ഇത് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ കെ.സി. വേണുഗോപാലിനെ പറ്റി ഇതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാലിനെ തൊട്ടെങ്കിൽ വിവരം പറഞ്ഞേനെ. കാരണം അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരനാണ് കെ.സി. വേണുഗോപാൽ. അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ചർച്ചയ്ക്ക് വിളിക്കുക തന്നെയില്ല. അപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചു, സമയം കൊടുക്കില്ലല്ലോ. അങ്ങനെ സമയം കിട്ടാതെ പോയതാണ്. അസം മുഖ്യമന്ത്രി കോൺഗ്രസ്സുകാരനായിരുന്നു, സമയം കൊടുക്കില്ല, സംസാരിക്കാൻ സമയം കൊടുക്കത്തില്ല. ഇയാൾ വലിയ രാജാവ്. എന്നാൽ പിന്നെ ഞാൻ വേറെ വഴി നോക്കിയോളാം എന്ന് പറഞ്ഞാൽ അങ്ങേര് പോയി. അങ്ങനെ പലരും 23 പേരുണ്ടായിരുന്ന ബുദ്ധിജീവികളുടെ ഗ്രൂപ്പിലെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി. വളരെ ജനകീയനായിട്ടുള്ള ഗുലാം നബി ആസാദ് ഉൾപ്പെടെ പലരും പല വഴിക്ക് പോയി. പലരും ഇപ്പം നിഷ്ക്രിയരായിട്ടിരിക്കുക. ആകെപ്പാടെ ഇപ്പോൾ ജയറാം രമേശുണ്ട്, കെ.സി. വേണുഗോപാലുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ മല്ലികാർജുൻ ഖാർഗെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. മൻമോഹൻ സിംഗ് എങ്ങനെ പറഞ്ഞിടത്തെല്ലാം ഒപ്പിട്ടോ, ജാക്കിർ ഹുസൈൻ എങ്ങനെ അടിയന്തരാവസ്ഥ നിലവിൽ വന്ന ആ ഉത്തരവിൽ ഓർഡിനൻസിൽ ഒപ്പിട്ടോ, അതുപോലെ പറഞ്ഞാൽ കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമാണ് ബാക്കിയില്ല. അപ്പോൾ അവിടെ പ്രശ്നമില്ല. രാഹുൽ ഗാന്ധിക്ക് ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ മുന്നോട്ട് പോവാം. ഉപദേശകനായിട്ട് കെ.സി. അതെ ഉണ്ട്, ഉപദേശകന്മാരായിട്ട് പിന്നെ നമ്മുടെ ജോർജ് സൊറോസ് ഉണ്ട്, ഹിൻഡൻബർഗ് ഉണ്ട്,
ഇന്ത്യയിൽ എങ്ങനെ മോദിയെ നശിപ്പിക്കാം, ഇന്ത്യയെ തന്നെ എങ്ങനെ നശിപ്പിക്കാം എന്നുള്ള ക്ലാസ്സുകൾ അവർ നൽകും. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്നും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ തൻ്റെ നേതൃത്വം പോരാന്ന് പറഞ്ഞാൽ, അത് ഗുണകരമല്ല എന്ന് പറഞ്ഞാൽ സഹിക്കൂ. രാജാവാണ് ഞാൻ, ഐ ആം ദി റൂളർ. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി തരൂര് രാജാവ് നഗ്നനാണെന്നങ്ങ് പറഞ്ഞു. ഓളിവർ ക്രോംവെൽ ഐ ആം ദി ഗോഡ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. അതുപോലെ വിചാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. ധരിച്ചു വശായിരിക്കുക, എല്ലാം പിടിച്ചടക്കാം. മോദി ഇപ്പോൾ തീരും, മോദിയുടെ കാറ്റിപ്പോൾ തീരും, അതോടുകൂടി എനിക്ക് പ്രധാനമന്ത്രിയാവാമെന്ന് മോഹിച്ചിരിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന എല്ലാവരും സ്തുതിപാഠകരാണ്. കെ.സി. വേണു അങ്ങേപോലെ മഹാനായ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല, നെഹ്റുവിനേക്കാളും വലുതാണ് അങ്ങ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. ജയറാം രമേശ് പറയും അങ്ങ് പറഞ്ഞ ഈ വാക്കുകളൊക്കെ ലോകത്തിൽ ഒരു ഒറ്റ ബുദ്ധിജീവിയും പറഞ്ഞിട്ടില്ലാത്ത വാക്കുകളാണ്. ശരിയാ, ഇതുപോലെ മണ്ടത്തരം മറ്റാരും പറഞ്ഞിട്ടില്ല ബുദ്ധിജീവികൾ. അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രസാദിപ്പിച്ചിരിക്കുന്ന ആ മനുഷ്യനെ ആദ്യമായിട്ടൊരാൾ വെല്ലുവിളിച്ചിരിക്കുന്നു. ആ വെല്ലുവിളി അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ട്, നൊമ്പരം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താമസിയാതെ തന്നെ ശശി തരൂരിനെ അവർ സ്ഥലം വിട്ടോളാൻ പറയും. ഞാൻ പോയിക്കോളാമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൂന്നാം മുന്നണിയുടെ രൂപവൽക്കരണവും ഒരു നിശബ്ദമായ വെട്ടിനിരത്തൽ. അതെ, വെട്ടിനിരത്തൽ. നിശബ്ദമായിട്ടുള്ള വെട്ടിനിരത്താൻ ഇത്തിരി സമയം വേണമല്ലോ, അതിനൊരു ടൈം ഗ്യാപ്പ് വേണം. പെട്ടെന്ന് കയറി തീരുമാനിക്കാൻ പറ്റില്ല. എങ്ങനെ ഇവനെ ഒതുക്കാം എന്നൊന്ന് നോക്കും, ഏത് വിധത്തിൽ ഒതുക്കാം എന്നുള്ളതൊന്ന് നോക്കും. വളരെ സമർത്ഥമായിട്ടുള്ള രീതിയിൽ അത് ഒപ്പിച്ചെടുക്കും. അപ്പോൾ അതിനുള്ള സംഗതികളൊക്കെ ഉണ്ട്. ആദ്യം ഇവർ നേരിട്ട് ഇടപെടത്തില്ല, മറ്റുള്ളവരെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കും, പ്രകോപിപ്പിക്കും, എന്തെങ്കിലും വീണ്ടും പുറത്തേക്കുള്ള വാതിൽ തുറന്നങ്ങിടും. അതാണിപ്പോൾ പിന്നെ വേറൊരു സമീപനം ഇവരിപ്പോൾ ഇത്രയും നാൾ ചെയ്ത പോലെ ഒതുക്കി അവിടെ ഇടും. ആരും മൈൻഡ് ചെയ്തില്ല, ഒരു മീറ്റിങ്ങിനും വിളിക്കില്ല ഇയാളെ. ശശി തരൂരിനെ അപമാനിക്കും. ആ ഇൻഡിഫറൻസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അതെ, പക്ഷേ അത് 56 പേരുണ്ട് അതിനകത്ത്. പറയുന്നത് കേൾക്കാതിരുന്നാൽ പോരെ, ഇൻഡിഫറൻസ് കാണിച്ചാൽ പോരെ. പറയുന്നത് വിലക്കെടുക്കാതിരിക്കാൻ പറ്റും. മീറ്റിങ്ങിലിരുന്ന് 50 പറയുന്നത് അവഗണിക്കാൻ പറ്റും. അതാണ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഇൻഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ആ ഇൻസൾട്ട് മതി ഇത്രയും നല്ല ലോക ആരാധ്യനായിട്ടുള്ള ഒരാളിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ സ്വയം പുറത്തു പോയിക്കൊള്ളും. അദ്ദേഹം വേണ്ട വഴി നോക്കിക്കോളും. അതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു തിരുമണ്ടനൊന്നും അല്ലല്ലോ. എങ്ങോട്ടാണ്? പക്ഷേ സാർ, ചോദ്യം അദ്ദേഹം പുറത്തു പോകുമ്പോൾ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ സാധ്യതയുണ്ട് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വേണ്ട, കോൺഗ്രസിൽ നിന്ന് ആരും വേണ്ട തൽക്കാലം. കോൺഗ്രസിൽ നിന്ന് ആരും വേണ്ട. പക്ഷേ ഇദ്ദേഹം പോകുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അടിത്തറ ഉലയും, ശിഥിലമാകും. ഇപ്പോൾ വലിയൊരു വിഭാഗം ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ കൂടെ ചില സമുദായങ്ങളൊക്കെ കൂടെ വന്നിരുന്നു. അവരുടെ എല്ലാം പിന്തുണ പോകും. അവരുടെ പിന്തുണ തീർച്ചയായിട്ടും പോകും. പിന്നെ മുസ്ലിം ലീഗ് ഇയാളിതിങ്ങനെ പോയി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ UDFിൻ്റെ വിജയത്തിനെക്കുറിച്ച് യാതൊരു ഉറപ്പും കാണില്ല. ശശി തരൂരിനെ കൂട്ടിക്കൊണ്ട് പോയാൽ തന്നെ ശരിയാവുമോ എന്നുള്ള സംശയത്തിരിക്കുക. അവരെന്തെങ്കിലും ഒരു പഴുത് കിട്ടാൻ നോക്കിയിരിക്കുക. കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങായ അവർ ഇടതുമുന്നണി UDFനും LDFനും ഇടയ്ക്ക് എങ്ങോട്ട് വേണമെങ്കിലും ചായ എന്ന് മാത്രമല്ല, ഇവർ മുസ്ലിം ലീഗ് LDFനോട് ചേർന്ന LDFിൻ്റെ ഭരണസ്ഥിരത ഉറപ്പായി കഴിഞ്ഞു, മൂന്നാം ഊഴ ഉറപ്പായി കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ്. UDFിൻ്റെ കൂടെ ഇവർ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇനി LDFന് തോൽക്കാൻ എന്തെങ്കിലും സാധ്യതയുള്ളൂ. ആ ഒരു സാധ്യത പലതവണ ഇവർ വാൺ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ അച്ചടക്കത്തോടു കൂടി പോകണം, ഇത് പറഞ്ഞു തീർക്കണം, അവസാനിപ്പിക്കണം. വളരെ ദേഷ്യത്തിലാണ് VK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. ഇത് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇത് കോൺഗ്രസിൻ്റെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വേറൊരു ഭവിഷ്യത്തും കൂടെ ഉണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി പിന്നെ വയനാട്ടിൽ നിന്ന് ജയിക്കില്ല. അതെ, രാഹുൽ ഗാന്ധി തലകുത്തി എന്നാലും ജയിക്കില്ല. അപ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ സീറ്റും ഈ ഗാന്ധി കുടുംബത്തിന് സുരക്ഷിതമല്ല. രാജ്യസഭയിൽ നിന്ന് പോകേണ്ടി വരും. അത് കർണാടകത്തിൽ നിന്നോ ഹിമാചൽ പ്രദേശിനോ തൽക്കാലമുണ്ടോ ഒരു 5 വർഷത്തേക്ക് പോവാം. മാക്സിമം ഒരു 4 വർഷത്തേക്ക് ഇനി പോകാം. പിന്നെ അവിടെ ഇല്ലാതെ അതാ സ്ഥിതി. കാരണം ഇപ്പോൾ തെലങ്കാനയിൽ അടുത്ത തവണ BJP വരാം. ഇതാണ് സംഭവം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതാണ് ഈ ഗാന്ധി കുടുംബം അവരുടെ അഹങ്കാരം കൊണ്ട് വരുത്തി വെച്ച നാശം.